അച്ഛൻ എന്നോട് പറഞ്ഞു, യു ആർ നോട്ട് ഫിറ്റ് ഫോർ പൊളിറ്റിക്സ് എന്നോട് പറഞ്ഞു. നീ രാഷ്ട്രീയത്തിന് ഫിറ്റായ ഒരാളല്ല. മന്ത്രിയാകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സാറ് പറഞ്ഞത് ഞാൻ റോഷിക്ക് വേണ്ടി മാറി കൊടുക്കാന്ന് പറഞ്ഞു. റോഷി കുറച്ചുകൂടെ സീനിയർ ആയതുകൊണ്ട് റോഷിക്ക് വേണ്ടി മാറി കൊടുക്കാം. കേരള കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് എപ്പോഴും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി. അത് ഇതിന്റെ ചരിത്രത്തിലുള്ളതാണ്. ഇതിന്റെ ഒരു DNA-യിലുണ്ട്. ഇത് വളരണമെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ എപ്പോൾ പണിയുന്നത്. ഞാൻ 5 മണിക്ക് പോകാൻ തയ്യാറായിരുന്നു. ഈ ഫോൺ ബെല്ലടിച്ചു. വെളുപ്പിനായ ഫോണായതുകൊണ്ട് ഞാൻ ചാടി എടുത്തു. സത്യം, അപ്പുറത്ത് അങ്ങേ തലയ്ക്ക് KM മാണി സാറാണ്. അപ്പോൾ ഈ ഡിവിഷൻ പിടിച്ചെടുത്തില്ലെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അന്ന് UDF-ന് നഷ്ടപ്പെടുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ജയരാജ, ഇത് പാർട്ടിയുടെ ഒരു ആവശ്യമാണ്. ഞാൻ ആദ്യം മത്സരിക്കാൻ ചെല്ലുമ്പോൾ ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു സ്ത്രീ വെട്ടുകത്തിയായിട്ട് ഓടി വന്നു. കയറിപ്പോകാൻ പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി. ഞാൻ കോളേജിലെ പണിയും കഴിഞ്ഞ് ചെല്ലുകയല്ലേ. അടുത്ത ഇലക്ഷൻ ഞാൻ മത്സരിക്കാൻ ചെന്നപ്പോൾ ഈ സ്ത്രീയെ ഇത്രയുള്ളൊരു ബൊക്കയായിട്ട് നിൽക്കുക. എവിടെയാ വാഗ്ദത്ത ഭൂമി, എവിടെയാ സൗവർണ ഭൂമി, ഇവിടെ ഈ മരുഭൂമിയിൽ നിന്ന് ഞാൻ ചോദിപ്പൂ, എവിടെയാ വാഗ്ദത്ത ഭൂമി എന്നാ കവിത തുടങ്ങുന്നു. ഞാൻ പറഞ്ഞു, മരുഭൂമിയാണ് ഈ ബഡ്ജറ്റ്. ഒരു ചെറിയ പുൽനാമ്പ് പോലും കാണാനില്ല. നിയമസഭാ പുസ്തകത്തിലൂടെ വായിക്കാൻ പറ്റുകയില്ല, പഠിക്കാൻ പറ്റുകയില്ല. അവിടുത്തെ പ്രൊസീജിയറുകൾ, ചട്ടങ്ങൾ, നിയമസഭ കണ്ടു പഠിക്കേണ്ട സ്ഥലം. വേറെ ഒരു മാർഗവും